ఏడుకుండలవాడ వెంకటరమణ గోవింద గోవింద ఏడుకుండలవాడ వెంకటరమణ గోవింద. ജ്യോതിഷപ്രകാരം ബുധനും ശുക്രനും നിശ്ചിത കാലയളവിൽ രാശി മാറും. ഡിസംബർ 28-ന് ബുധൻ വൃശ്ചിക രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ശുക്രൻ ഇതിനകം ഈ രാശിയിൽ തുടരുന്നുമുണ്ട്. ബുധന്റെയും ശുക്രന്റെയും സംയോജനം മൂലം ലക്ഷ്മി നാരായണ യോഗം വന്നു ഭവിക്കുകയും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതുമായ കുറച്ച് നക്ഷത്രജാതകർ. ഈ നക്ഷത്രജാതകർക്ക് ഇനി വരുന്ന നാളുകളിൽ ഒരു വലിയ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നടക്കും. ആരെയും ഞെട്ടിക്കുന്ന രീതിയിൽ, ശത്രുക്കളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ, ശത്രുക്കൾ പോലും ഞെട്ടിവിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു അത്ഭുതം ഈ നക്ഷത്രജാതകർക്ക് നടക്കാൻ പോകുകയാണ്. ഇവരെ ചതിച്ചവരും വഞ്ചിച്ചവരും ഒക്കെ അന്താളിച്ചു പോകുന്ന ഒരു അവസ്ഥ വന്നു ചേരും. അത്തരമൊരു വലിയ സൗഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക് എത്തുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള കാലം സൗഭാഗ്യത്തിൻ്റെതാണ്, നേട്ടത്തിൻ്റെതാണ്. ഇവർക്ക് ഈ വരുന്ന ദിനങ്ങളിൽ ഒരു ഞെട്ടിക്കുന്ന കാര്യം സംഭവിക്കാൻ പോകുന്നു. ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം ഇവരിൽ വന്നു ചേരാൻ പോകുന്നു. ധനപരമായി ഇവർ ഒരുപാട് നേട്ടമുണ്ടാക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം നേടും. ഇവർക്ക് നടക്കാൻ പോകുന്ന ആ ഒരു കാര്യം ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരിക്കും. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസന മൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും വേണ്ടി പ്രാർത്ഥന നടത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. എല്ലാ രീതിയിലും വലിയ ഒരു അവസരമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച സമയമായിരുന്നു. എന്നാൽ ആ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന ഈ ഒരു സമയത്ത് ഇവരെ സംബന്ധിച്ച് ഒരു ഞെട്ടിക്കുന്ന കാര്യം നടക്കും. അത് മറ്റൊന്നുമല്ല, ധനപരമായി ഇവർ ഏറെ നേട്ടമുണ്ടാക്കുന്നു എന്നത് തന്നെയാണ്. നടക്കാതെ പോയ പല സ്വപ്നങ്ങളും നടക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ ഇവരെ സംബന്ധിച്ച്. ഇവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നു. ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വപ്നം പൂവണിയാൻ പോകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോകുന്നു. ഒരു ജോലിക്കാര്യമാണെങ്കിലും മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള അവസരം കാത്തിരിക്കുന്നവരാണ് എങ്കിലും അതൊക്കെ നടന്നു കിട്ടും. അതുപോലെ തന്നെ ഒരു വീട് സ്വപ്നം കാണുന്നവർക്ക് ആ വീടൊക്കെ വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, എല്ലാ രീതിയിലും ഐശ്വര്യമാണ്. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധാരിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമാകുന്ന മാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മുത്താരയമ്മ നിങ്ങൾക്ക് നടത്തിത്തരും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും നടക്കാൻ പോകുകയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം കാർത്തിക നക്ഷത്ര ജാതകർ. അതൊക്കെ വലിയ നേട്ടങ്ങളിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്, നേട്ടമാണ്. ഒരു ഞെട്ടിക്കുന്ന കാര്യം, ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ ഏതാനും ദിവസങ്ങൾക്കകം നടക്കും. ഇവർ സ്വപ്നം കണ്ടിരുന്ന ആ ഒരു കാര്യം നടന്നു തന്നെ കിട്ടും. ആഗ്രഹിച്ച കാര്യം എന്തു തന്നെയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നടക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം മകീരമാണ്. മകീര നക്ഷത്ര ജാതകർക്കും ഏറെ നല്ല സമയമാണ്. ജീവിതത്തിൽ കൊതിച്ചതൊക്കെ നേടാൻ പോകുന്നു. ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഈ അടുത്ത സമയങ്ങളിൽ അവർക്ക് നടന്നു കിട്ടും. ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അത് നടക്കേണ്ട സമയം ഇപ്പോഴാണ്. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത്. ഇവരുടെ വീട്ടിൽ കുടുംബ ഐശ്വര്യമുണ്ടാകും, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും, ജീവിത വിജയമുണ്ടാകും.
ധാരാളം ധനമൊക്കെ വന്നു ചേരും. ഏതായാലും കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർതം നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുകയാണ്. ആഗ്രഹം എന്തുതന്നെയാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടും. പുണർതം നക്ഷത്ര ജാതകർക്ക് അത്രയേറെ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ പോകുകയാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തണം. പ്രത്യേകിച്ച് കുലദൈവ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വരാൻ കാരണമാകും. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു വലിയ അയവ് വന്ന് ജീവിതം മാറുന്ന സമയമാണ്. സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയമാണ്. പുണർതം നക്ഷത്ര ജാതകരുടെ നല്ല നാളുകൾ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയ നക്ഷത്ര ജാതകർക്കും ഈ ഒരു കാലയളവ് സമൃദ്ധിയുടേതാണ്, സന്തോഷത്തിൻ്റെതാണ്. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നു എങ്കിൽ അത് നടന്നു കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് നടന്നു കിട്ടുന്ന സമയമാണ്. പൂയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ഒക്കെ പേറി നടക്കുന്ന സമയമാണ്. പല കാര്യങ്ങളും നടക്കാതെ പോകുന്നു. എന്നാൽ പൂയ നക്ഷത്ര ജാതകർക്ക് ഇതുവരെ ആഗ്രഹിച്ച നടക്കാതെ പോയ ഒരു കാര്യം ഈ ഒരു ആഴ്ച അവർക്ക് നടന്നു തന്നെ കിട്ടും. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം, പ്രാർത്ഥിക്കണം, കുലദൈവത്തെ പ്രാർത്ഥിക്കുക. കുലദൈവ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് അത് നടന്നു കിട്ടുവാൻ കാരണമാകും. പൂയൻ നക്ഷത്ര ജാതകരുടെ സമയം നല്ലതാണ്. അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഗുണം ലഭ്യമാകും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ചെയ്യാത്ത കുറ്റത്തിന് പല അപരാധങ്ങളും കേട്ടിട്ടുണ്ട് ഈ നക്ഷത്ര ജാതകർ. പല രീതിയിൽ പലരും വലിയ ഉളിയമ്പുകൾ ഇവർക്കു നേരെ അയച്ചിട്ടുണ്ട്. അതിൽ നിന്നുമൊക്കെ വളരെ നിഷ്പ്രയാസം ഇവർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അപരാധങ്ങൾ കേൾക്കുക, അതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആയില്യ നക്ഷത്ര ജാതകർക്ക് 2.5 വർഷക്കാലത്തെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഇനിയുള്ള നാളുകൾ ഐശ്വര്യത്തിൻ്റെയും ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ജീവിത വിജയത്തിൻ്റെയും നാളുകൾ തന്നെയാണ്. മംഗല്യഭാഗ്യമൊക്കെ വന്നു ചേരും. ജീവിതത്തിൽ എന്താണോ കൊതിച്ചത് അതൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാലയളവ് സാധ്യമാകും. ഭാഗ്യമാണ്, നേട്ടമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരെ സംബന്ധിച്ച്, ആയില്യ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വലിയ നേട്ടത്തിലേക്ക് പോകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ വർഷഫലം, നിങ്ങളുടെ ജാതകം, പൊരുത്തം ഇവയൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖ സങ്കടങ്ങൾ തന്നെയാണ്. തനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ ഇവർക്ക് പലപ്പോഴും ഇവരെ അലട്ടാറുണ്ട്. പക്ഷേ ദൈവമുണ്ട്. ഒരു വഴി അടഞ്ഞാൽ 1000 വഴികൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടും. ഇവർ ഭാഗ്യശാലികൾ തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ പോകുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും. അത്രയേറെ ഭാഗ്യമാണ്, അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. നിങ്ങൾ കൊതിക്കുന്ന കാര്യങ്ങളൊക്കെ മുത്താരയമ്മ നടത്തിത്തരും. പ്രത്യേക പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കണേ. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ. ഇനി അതൊക്കെ മാറുന്നു. ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ പോകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നു. നിങ്ങൾ എന്താണോ കൊതിക്കുന്നത്, ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും. ആഗ്രഹം എന്തു തന്നെയായാലും അത് ന്യായമായിരിക്കണം, നടന്നു കിട്ടേണ്ടത് തന്നെയായിരിക്കണം, നിങ്ങൾ കൊതിക്കുന്നത് തന്നെയായിരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച ന്യായമായ ഏതൊരു ആഗ്രഹവും 7 ദിവസത്തിനകം നിങ്ങൾക്ക് നടന്നു കിട്ടും. അത്രയേറെ നല്ല സമയത്തിലേക്കാണ് പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. സൗഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്, ജീവിത വിജയത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്.
പാലഭിഷേകം, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെ പാലഭിഷേകമൊക്കെ നടത്തി മുന്നോട്ട് പോകുക. സമൃദ്ധിയാണ് ഫലം, നേട്ടമാണ് ഫലം. നിങ്ങളുടെ എല്ലാ കഷ്ടകാലങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. ഇനിയുള്ള നാളുകൾ നിങ്ങളുടേതാണ്. നിങ്ങളുടെ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന നാളുകൾ തന്നെയാണ്. ശത്രുക്കളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട്, ശത്രുക്കളെപ്പോലും മുട്ടുകുത്തിച്ചുകൊണ്ട് നിങ്ങൾ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിച്ചേരും. ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും. ഒരു പരീക്ഷ വിജയത്തിനൊക്കെ പറ്റുന്ന സമയം, ഒരു വലിയ പദവിക്ക് പറ്റുന്ന സമയം, ഒരു ജോലിക്കായി ശ്രമിച്ചാൽ അത് കിട്ടുന്ന സമയം, ഏതായാലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് എന്തു തന്നെയാണെങ്കിലും അത് ഈ ഒരു കാലയളവിൽ നടന്നു തന്നെ കിട്ടും. പ്രാരാബ്ധങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു.